പീരുമേട് നിയോജക മണ്ഡലത്തിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രചാരണത്തിൽ സജീവമായി. LDF സ്ഥാനാർത്ഥി കെ സലിംകുമാർ ശനിയാഴ്ച പത്രിക സമർപ്പിച്ചിരുന്നു. UDF സ്ഥാനാർത്ഥി ഇന്ന് പീരുമേട്ടിൽ ഉപവരണാധികാരിക്ക് മുന്നിലും NDA സ്ഥാനാർത്ഥി രതീഷ് വർഗമല കുമളിയിൽ മുഖ്യ വരണാധികാരിക്ക് മുന്നിലുമാണ് പത്രിക സമർപ്പിച്ചത്. ഇനി 3 മുന്നണികളും ശക്തമായ പ്രചരണ തിരക്കിലാവും. 3 മുന്നണി സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പീരുമേട് മണ്ഡലത്തിൽ സജീവമായി. സൗഹൃദത്തിന്റെ കരുതലിലാണ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സിറിയക് തോമസിന് തെരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള പണവുമായി എത്തിയത് ഉറ്റ ചങ്ങാതിമാർ സെബാസ്റ്റ്യൻ പത്യാല, ഡെന്നി കല്ലൂരാത്ത് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് കെട്ടിവെക്കാനുള്ള പണം സിറിയക് തോമസിന് നൽകിയത്. രാവിലെ പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുൻഭാഗത്തു നിന്നും 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി പീരുമേട് സിവിൽ സ്റ്റേഷനിലെത്തിയാണ് സിറിയക് തോമസ് പത്രിക സമർപ്പിച്ചത്. UDF നേതാക്കളായ ജോർജ് ജോസഫ്, ഷാജി പൈനെടുത്ത്, റോബിൻ കാരക്കാട്ട്, TH അബ്ദുൽ സമദ്, ആന്റണി ആലഞ്ചേരി എന്നിവർക്കൊപ്പമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സിറിയക് തോമസ് എത്തിയത്. വികസന പ്രവർത്തനങ്ങളിൽ ഉണ്ടായ മുരടിപ്പ് മാറ്റി പീരുമേടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടത് ആവശ്യമാണ്. ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് വളരെ ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. വൈകി പ്രഖ്യാപിച്ച NDA സ്ഥാനാർത്ഥിയും പത്രിക സമർപ്പിച്ചു. കാർഡമം സെറ്റിൽമെന്റ് ഓഫീസറും ഡെപ്യൂട്ടി കളക്ടറുമായ ജ്യോതി MC മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കുമളി 1-ാം മൈലിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് രതീഷിനെ കെട്ടിവെക്കാനുള്ള പണം നൽകിയത്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ നാടിന്റെ വികസനം, കേരളം മാറണം, കേരളത്തിൽ വികസനം ഉണ്ടാവണം എന്നുള്ള പുതിയൊരു മുദ്രാവാക്യവുമായിട്ട് കേരളത്തിൽ ഒരു പുത്തൻ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ ഒരു ഭാഗമായി മത്സരിക്കാൻ കിട്ടിയ ഈ അവസരത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. BJP പാർലമെന്റ് ഇൻചാർജ് സന്ദീപ് തേലെ, BJP ജില്ലാ നേതാക്കളായ VC വർഗീസ്, T സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക്, സന്തോഷ് കൃഷ്ണൻ, AB മുരളീധരൻ എന്നിവർക്കൊപ്പമെത്തിയാണ് രതീഷ് പത്രിക സമർപ്പിച്ചത്. പീരുമേട്ടിലെ LDF സ്ഥാനാർത്ഥി ഇന്ന് പര്യടനം നടത്തിയത് പീരുമേട്ടിൽ തന്നെയാണ്. രാവിലെ അഭിഭാഷകരുടെ ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിലും പ്രമുഖ വ്യക്തികളെയും കണ്ട് വോട്ട് തേടി. തുടർന്ന് ഉച്ചയ്ക്ക് തിരുവുത്സവം നടക്കുന്ന പീരുമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി അന്നദാനത്തിൽ പങ്കാളിയായി. തുടർന്ന് ഭക്തജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ചു. 3-ാം വട്ട പര്യടനമാണ് LDF സ്ഥാനാർത്ഥി നടത്തിയത്. വിശ്വാസം വർദ്ധിക്കുന്ന പിന്തുണയാണ് വോട്ടർമാരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വിജയം കൈവരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDF സ്ഥാനാർത്ഥിയോടൊപ്പം LDF നേതാക്കളായ R തിലകൻ, ES ബിജിമോൾ, PJ രജി, സാബു, BR ശശി എന്നിവരും ഉണ്ടായിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.